റെഡ് ഹൈഫറിന്റെ ആദ്യ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നിരവധി ആളുകൾ, നിരവധി നേതാക്കൾ, ദൈവം, മതം, ജാതി, ഇങ്ങനെ റെഡ് ഹൈഫറിന്റെ ആദ്യ എപ്പിസോഡ് നീണ്ടുപോയി. അടുത്തത് 18 മാസമായി അവർ ടെക്സസിൽ രഹസ്യമായ ഒരു പ്രോജക്റ്റ് നടത്തി. ഈ 18 മാസത്തിന് ശേഷം 2022 സെപ്റ്റംബറിൽ ഒരു പ്രത്യേക വിമാനം വരുന്നു. ആ വിമാനത്തിൽ നിരവധി സെക്യൂരിറ്റി ഗാർഡുകൾ, അവർക്കൊപ്പം പലരും ഇറങ്ങുമ്പോൾ കൂടെ 5 പശുക്കിടാക്കളും ഇറങ്ങുന്നു. ഈ 5 പശുക്കിടാക്കളും ചുവന്ന നിറമാണ്. ഈ 5 പേരും ബെൻ ഗുറിയൻ എയർപോർട്ടിൽ വന്നിറങ്ങി. ഇസ്രായേലിനുള്ളിൽ റെഡ് ഹൈഫർ വന്നു. ഈ ചുവന്ന പശുക്കിടാക്കൾ 2000 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അവിടെയുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ആരാണ് ഈ 5 പശുക്കിടാക്കളെ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് അവർ ഈ 5 പേരെ മാത്രം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ 18 മാസത്തോളം എടുത്തു? ഈ ചുവന്ന പശുക്കിടാവിനെ വെച്ച് ചെയ്യുന്ന ആ ഒരു ചടങ്ങ് അപകീർത്തിപ്പെടുത്തലിനെ ശുദ്ധീകരിക്കാനാണെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശുദ്ധീകരണം നടത്തുക? ഇതാണ് റെഡ് ഹൈഫറിന്റെ ഭാഗം 2. ഇസ്രായേലിലെ ക്രിസ്ത്യൻ മിനിസ്ട്രിയും ജെറുസലേമിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ 2 സ്ഥാപനങ്ങൾ ചേർന്നാണ് ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ ചുവന്ന പശുക്കിടാക്കളെ കൊണ്ടുവന്നത്. ടെക്സാസിൽ 18 മാസം ഈ 5 ചുവന്ന പശുക്കളെയും സംരക്ഷിച്ചു. അവർക്ക് ഭക്ഷണം, പാർപ്പിടം നൽകി. വളരെ വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി നോക്കി. അതെന്താ ശുദ്ധിയും വൃത്തിയും? അപ്പോൾ ഈ ചുവന്ന പശുക്കിടാവിന്റെ ചടങ്ങ് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞു വന്നാൽ യഹൂദന്മാർ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റാനാണ് ഈ റെഡ് ഹൈഫർ ചടങ്ങ് ചെയ്യാൻ പോകുന്നതായി പറയുന്നു. അപകീർത്തി ശുദ്ധീകരിച്ച ശേഷം മാത്രമേ യഹൂദന്മാർക്ക് 3ാമത്തെ പള്ളി പണിയാൻ കഴിയുകയുള്ളൂ. ഈ 3ാം പള്ളിയെ യഹൂദന്മാർ മാത്രമല്ല വിശ്വസിച്ചത്, മറുവശത്തുള്ള ക്രിസ്ത്യാനികൾ. 3ാം പള്ളി പണിത ശേഷം അല്ലെങ്കിൽ പണിയുമ്പോൾ അന്തിക്രിസ്തു വരും. ഇവിടെയുള്ള മതം, ജാതി, ദൈവം എല്ലാം നശിപ്പിക്കും. അങ്ങനെ ദൈവം അവനെതിരെ വരും. ഇതാണ് ക്രിസ്ത്യാനികളുടെ വലിയൊരു വിശ്വാസം. യഹൂദന്മാരുടെ വിശ്വാസവും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഈ 3ാം പള്ളി പണിയണം, അത് ഉടൻ തന്നെ നിർമ്മിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ബൈബിളിൽ പറയുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും യുദ്ധത്തിന്റെ ശബ്ദം ഉയർന്നു വരികയാണ്. അതിനോടൊപ്പം 3ാം പള്ളി നിർമ്മിക്കുന്നതിനുള്ള സൂചനകളും ഉണ്ടാകും. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ എല്ലാ ദിക്കിലെയും യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്. ഈ വശത്ത് ഇസ്രായേൽ, പാലസ്തീൻ, അടുത്ത ഭാഗത്ത് റഷ്യ, ഉക്രൈൻ, മറുവശത്ത് അർമേനിയ, അസർബൈജാൻ, അടുത്തത് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നോർത്ത് കൊറിയ, ദക്ഷിണ കൊറിയ. ഇങ്ങനെ സ്ഥലങ്ങളിലെല്ലാം യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിക്കുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ജനങ്ങൾക്കായുള്ള 3ാമത്തെ പള്ളി ഞങ്ങൾ പണിയാൻ പോകുന്നുവെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. അപ്പുറത്തുള്ള മുസ്ലിംസ് വിശ്വസിക്കുന്നത് 3ാമത്തെ പള്ളി ഇതിനകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ്. ആ 3ാമത്തെ പള്ളി അൽ അക്സ മസ്ജിദാണെന്നും മുസ്ലിംസ് വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ് 3ാമത്തെ പള്ളി അൽ അക്സയാവുക? മുസ്ലിംസ് അതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സോളമൻ രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹം ജൂതന്മാർക്ക് മാത്രമല്ല സ്വന്തം, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അദ്ദേഹം മുസ്ലിംസുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സോളമൻ രാജാവ് ആദ്യത്തെ പള്ളി അവിടെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞുണ്ടായ പള്ളി നശിപ്പിക്കപ്പെട്ടു. വീണ്ടും ഒരു പള്ളി കൂടെ അവിടെ ഉയർന്നു വന്നു. അതാണ് അൽ അക്സ മസ്ജിദ്. അപ്പോൾ അൽ അക്സ മസ്ജിദ് അവിടെ 3ാമത്തെ പള്ളിയായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തന്നെയല്ലേ തേർഡ് ടെമ്പിൾ എന്ന് മുസ്ലിംസ് പറയുന്നു. അൽ അക്സ മസ്ജിദിനെ സംബന്ധിച്ച് അത് മുസ്ലിംസിന്റെ 3ാമത്തെ പുണ്യ സ്ഥലമാണ്. അവിടെയും 3 എന്ന വാക്ക് വരുന്നുണ്ട്. മുസ്ലിംസിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തെ താങ്ങി നിർത്തുന്ന സ്ഥലമാണ് ഈ അൽ അക്സ മസ്ജിദ്. അതിനാൽ ആ പള്ളി തകർക്കാൻ അനുവദിക്കില്ല എന്ന് മുസ്ലിംസ് പറയുന്നു. ഈ അൽ അക്സ മസ്ജിദും ചുറ്റുമുള്ള പ്രദേശവും തകർത്തതിന് ശേഷമേ 3ാമത്തെ പള്ളി പണിയൂ എന്ന് യഹൂദന്മാർ പറയുന്നു. ഇതിന് നടുവിലാണ് ഈ റെഡ് ഹൈഫർ ചടങ്ങ് നിൽക്കുന്നത്. ഇതിനായി 5 പശുക്കിടാക്കളെ കൊണ്ടുവന്നുവെന്ന് നമ്മൾ കണ്ടു. ഈ 5 പശുക്കിടാക്കളുടെ മുടി നോക്കിയാൽ, രോമം നോക്കിയാൽ ഒന്നുപോലും കറുപ്പോ വെളുപ്പോ ആകാൻ പാടില്ല. ഏതെങ്കിലും 1ഓ 2ഓ അങ്ങനെ ആകാം എന്നും പറയുന്നു. പശുക്കുട്ടിക്ക് അത്രയും ശുദ്ധമായ ചുവന്ന നിറം ഉണ്ടായിരിക്കണം. ഇതാണ് ആദ്യത്തെ നിയമം. അടുത്തത്, അവർ ആ പശുക്കിടാക്കളെ സാധാരണ രീതിയിൽ പോയി എടുത്തിട്ട് വന്നതൊന്നുമല്ല. വർഷങ്ങളോളം 50,000-ത്തിലധികം പശുക്കളെ പരിശോധിച്ചു, തിരഞ്ഞു നോക്കി. ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇത് ശരിയല്ല,
ഇതിൽ ചെവിയിൽ എന്തോ ചെറിയ പോറലുണ്ട്, ഇങ്ങനെ പലതിനെയും ഒഴിവാക്കി നിരവധി തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ 5 പശുക്കിടാക്കൾ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചത്. 2022 സെപ്റ്റംബറിൽ 5 പശുക്കിടാക്കൾ പ്രവേശിച്ചു എന്ന വാർത്ത ഇസ്രായേലിൽ പ്രചരിക്കുന്നു. ഇത് വന്ന അടുത്ത മാസം തന്നെ ഇസ്രായേൽക്കാർക്കെതിരെ ഹമാസിന്റെ ആക്രമണം, അത് അൽ-അക്സ ഫ്ലഡ് എന്ന് പറയുന്നു. ആ യുദ്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. 3ാമത്തെ പള്ളി പണിയാൻ ഇസ്രായേൽ സർക്കാർ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യഹൂദന്മാർ ഒരു കാര്യം വിശ്വസിക്കുന്നു: മനുഷ്യൻ 3ാമത്തെ പള്ളി പണിയരുത്, അത് ദൈവം മനുഷ്യനു വേണ്ടി പണിയും. ഇവിടെ ദൈവം പണിയണോ മനുഷ്യൻ പണിയണോ അതൊന്നും ഒരു പ്രശ്നമല്ല. അതിനു മുൻപ് ശുദ്ധീകരണം സംഭവിക്കണം. ശുദ്ധീകരിക്കുക എന്നത് ചുവന്ന പശുക്കിടാവിനെ ബലിയർപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ ബലിയർപ്പിച്ച പശുക്കിടാക്കളെ ദഹിപ്പിക്കും. ആ ചാരം വിശുദ്ധ ജലം കൊണ്ട് കഴുകും. ആ ജലം കൊണ്ട് എല്ലാ മനുഷ്യരെയും ശുദ്ധീകരിക്കണം. വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആരതി എടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ ഒരു ആചാരമാണ് യഹൂദരുടെ ഈ റെഡ് ഹൈഫർ. എന്നാൽ ഈ ആചാരം നടത്തുന്നതിന് ഒരു കാളക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ എന്തിനാണ് ഇത്ര വർഷമെടുത്തത്? 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ഒരു പശുക്കുട്ടി വന്നത് എന്ന് ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിനു മുൻപ് എത്ര ചുവന്ന പശുക്കിടാക്കളെ ബലിയർപ്പിച്ചു? കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ AD 70 വരെ 9 പശുക്കിടാക്കളെ ബലിയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 10ാമത്തെ പശുക്കുട്ടിയാണ്. ഈ കൊണ്ടുവന്ന 5 പശുക്കളിൽ എത്ര പശുക്കളെയാണ് മനുഷ്യന്റെ ദൃശ്യപരിധിക്കുള്ളിൽ വച്ചിട്ടുള്ളത് നോക്കിയാൽ വെറും 3. ശേഷിക്കുന്ന 2 പശുക്കളുടെ വിവരം ഒന്നും അറിയില്ല. അതൊരു നിഗൂഢതയാണ്, അതിന് പുറത്ത് കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇനി ഈ ശുദ്ധീകരണം നടത്താൻ ഒരു പുരോഹിതൻ വേണമല്ലോ. അവർ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് ചോദിച്ചാൽ പുരോഹിതനും ശുദ്ധനായിരിക്കണം. അതിലും പല നിബന്ധനകളുണ്ട്. മരിച്ചവരുമായി നേരിട്ടോ അല്ലാതെയോ സമ്പർക്കം പുലർത്തരുത്. മരിച്ചവരോട് അയാൾക്ക് ഇഷ്ടം പാടില്ല. മരിച്ച ആ ഒരു കാലം ഒന്നിനോടും യാതൊരു ബന്ധവും പാടില്ല. ഇങ്ങനെ റെഡ് ഹൈഫർ യാഗം നടത്തി ആ പശുക്കിടാവിനെ കത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ കത്തിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു പാലം സ്ഥാപിക്കണം. ആ പാലം ജൂതന്മാരുടെ വിശുദ്ധ മതിലുമായി ബന്ധിപ്പിക്കണം. അതായത് യഹൂദന്മാരുടെ പുണ്യ ചുമർ എന്ന് പറയുന്നുണ്ടല്ലോ, അതുമായി ബന്ധിപ്പിക്കണം. ഈ ഒരു പാലം അങ്ങനെ നേരിട്ട് ബന്ധിപ്പിക്കരുത്. താഴെ വരുന്ന എല്ലാ ഘടനകളിലും ദ്വാരമുണ്ടായിരിക്കണം. ഈ ദ്വാരം ഒന്നുകിൽ U ആകൃതിയിലോ O ആകൃതിയിലോ ആയിരിക്കണം. എന്തുകൊണ്ട് ദ്വാരം? എന്തിനാണ് ആ വിടവ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഭൂമിയെ ഉദാഹരണമായി എടുത്താൽ വർഷങ്ങൾക്ക് മുൻപ് പലരും മരിച്ചിട്ടുണ്ടാകും. അവർ മരിച്ചവരെ അടക്കം ചെയ്യുമായിരുന്നു. അടക്കം ചെയ്തവർ പോലും പാലവുമായി നേരിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അതിനാലാണ് പാലത്തിൽ ഇങ്ങനെയുള്ള ദ്വാരം, വിടവുകൾ ഉണ്ടാകണമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാകില്ല, ചെറിയൊരു ഞെട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് കൽപ്പനകളുണ്ട്. ആ വിശുദ്ധ ജലത്തെ ചാരത്തിൽ കലർത്തണം എന്ന് പറയുന്നു. അതിനായി ഒരു സംഘം രൂപീകരിക്കണം. ആ സംഘം ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കണം. ചടങ്ങ് ചെയ്യുന്ന പുരോഹിതനും ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കണം. ഇതൊക്കെ റെഡ് ഹൈഫർ ചടങ്ങിന്റെ പല കൽപ്പനകളാണ്. നമ്മൾ ഇവ ഓരോന്നായി അറിയാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ യഹൂദന്മാർ ഇത് വളരെ ശക്തമായി വിശ്വസിക്കുന്നു. പാലം പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മുസ്ലിംസ് പറയുന്നു. അതിനാൽ ഈ ചുവന്ന പശുക്കിടാവിന്റെ ചടങ്ങ് സംഭവിക്കില്ല എന്നും മുസ്ലിംസ് പറയുന്നു. അത് സംഭവിക്കുമെന്ന് യഹൂദരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അവർ അന്തിക്രിസ്തുവിന്റെ തുടക്കത്തിനും ദൈവത്തിന്റെ അടുത്ത വരവിനുമായി കാത്തിരിക്കുകയാണ്. ഈ ചടങ്ങ് എന്താണ്? ഈ ചടങ്ങിന്റെ കൽപ്പനകൾ എന്തെല്ലാമാണ്? നിബന്ധനകൾ എന്തെല്ലാമാണ്? ഇവയെല്ലാം നമുക്ക് ഇതിന്റെ 3ാം ഭാഗത്തിൽ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.